ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ 4ാമത്തെ എപ്പിസോഡ് കാണാം. നമ്മൾ 3ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടു നിർത്തിയത് ആ പയ്യന്മാർ ടേക്കിങ്ങിനെ അവിടെ അടിച്ചിട്ടിട്ട് പോലീസിനെ കണ്ടുകൊണ്ട് ഓടുന്നത് വരെയാണ്. അപ്പോൾ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ പോലീസ് പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. പോലീസ് പോയതിന് ശേഷം ചിൻവു ടേക്കിങ്ങിനോട് പറയുന്നുണ്ട് എന്തായാലും അഭിനയം കൊള്ളാമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും, അല്ല എണീക്കാത്തതുപോലെ ആക്ട് ചെയ്താലല്ലേ അവർ പെട്ടെന്ന് പോവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് തറയിലങ്ങ് കിടന്നതെന്ന്. എന്നിട്ട് ടേക്കിങ് ആണെങ്കിൽ ഷിൻമുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഷിൻമു അവരാരാ, എന്തൊക്കെ രഹസ്യമൊക്കെ അറിയാമെന്ന് പറഞ്ഞല്ലോ എന്ന്. ഇത് കേട്ട് ഷിൻമു പറയും അവരെൻ്റെ മിഡിൽ സ്കൂളിലെ ഫ്രണ്ട്സ് ആണെന്ന്. എന്നിട്ട് രണ്ടുപേരും നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ടേക്കിങ് ചോദിക്കും, നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ഇഷ്ടമാണോ? ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നി ഫ്രണ്ട്സൊക്കെ വേണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പ്രധാന കാരണമായിട്ട് ഞാൻ ഈ സ്കൂൾ കൗൺസിലിൽ വന്ന് ചേർന്നതെന്ന്. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് നീ അത്ര വലിയ ദേഷ്യക്കാരനോ മോശക്കാരനൊന്നും അല്ലെന്ന്. അതുപോലെ എൻ്റെ അടുത്ത് ആദ്യമേ ഡേവോൺ പറഞ്ഞായിരുന്നു നീ നല്ലവനാണെന്ന്. ടേക്കിങ് പറയുന്നത് കേട്ട് ഷിൻമു പറയും, ഡേവോൺ അങ്ങനെയാണ്, അവ എല്ലാവരെ പറ്റിയും നല്ലതേ പറയുള്ളൂ. അതുപോലെ നീ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഷിൻമു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോകുന്ന സമയത്ത് ടേക്കിങ് ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇവൻ ഇത്രയും സഹായം ചെയ്തിട്ട് പോലും ഒരു താങ്ക്സ് പോലും പറയാതെ ഇവൻ പോണല്ലോ എന്ന്. അടുത്ത സീനിൽ ടേക്കിങ് സൂപ്പർ മാർക്കറ്റിൽ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങും വന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ബില്ലും കൂടെ ഒന്ന് പേ ചെയ്തേക്കാൻ. അങ്ങനെ ടേക്കിങ് പറയും ശരിയെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ടേക്കിങ് ഞങ്ങുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം നിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന്. അപ്പം ഞങ്ങും പറയും, എന്തായാലും നീ ചോദിക്കും, നീ എനിക്കിത് വാങ്ങിച്ചു തന്നില്ല, നീ ചോദിക്കുക എന്ത് കാര്യമായാലും ഞാൻ ഉത്തരം പറയാമെന്ന്. ടേക്കിങ് ചോദിക്കുന്നത് ഷിൻമുവിനെ പറ്റിയാണ്. അവൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഷിൻമുവിന് സ്കൂളിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞങ്ങും ചോദിക്കും, അല്ല എന്താ നീ അങ്ങനെ ചോദിച്ചെന്ന്. അപ്പം ഞങ്ങിൻ്റെ അടുത്ത് ടേക്കിങ് പറയും, അല്ല അവൻ്റെ കുറച്ച് സ്കൂളിലെ ഫ്രണ്ട്സ് വന്നിട്ട് അവൻ്റെ എന്തൊക്കെ രഹസ്യം അറിയാമെന്നൊക്കെ പറഞ്ഞു, അപ്പം അതിനെപ്പറ്റി നിനക്ക് വല്ലതും അറിയുമോ എന്ന് ഞാൻ ചോദിക്കാനായിട്ടാണ് വന്നതെന്ന്. ഇത് കേട്ടിട്ട് ഞങ്ങൾ പറയും, അത് പിന്നെ എനിക്കതൊന്നും അറിഞ്ഞൂടാ, നീ അവനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം അവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് കേട്ടിട്ട് ടേക്കും ചോദിക്കും, എങ്ങനെ അവനെ ഞാൻ മനസ്സിലാക്കാനാണ്, അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അവൻ്റെ അടുത്ത് പറയും അവൻ എന്നെ ഇഷ്ടമല്ലെന്ന്, പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ മനസ്സിലാക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങും പറയാണ്, നമുക്കൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുപാട് എനർജി വേണം, അതുപോലെ തന്നെ വെറുക്കാനും എനർജി വേണം, നിൻ്റെ മുഖത്ത് കൊണ്ട് അടിപോലെയെന്ന്. അപ്പോൾ ടേക്കും ചോദിക്കും, നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്ന്. അപ്പം ഞങ്ങും പറയും, അതെ, പക്ഷെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ആദ്യമേ പോലീസിനെ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കണക്ക് എൻ്റെ ഹാൻഡ്സമായ മുഖത്ത് ഇതേ പാട് വന്നതേന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നെങ്കിലും ആദ്യം തീരുമാനിച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലാതെ ചെന്ന് ആ വഴക്കിലേക്ക് ഉടനെ കയറി കൊടുക്കുകയല്ല ചെയ്യാവുള്ളേന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങും അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ ടേക്കിങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിട്ട് ക്ഷീണം കാരണം കിടക്കുകയാണ്. ഈ സമയത്ത് അവൻ്റെ ഫോണിൽ ആരോ കോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്നാക്കുമ്പോഴത്തേക്കും തിരിച്ചൊരു റെസ്പോൺസും ഇല്ല. അപ്പോഴാണ് പറയുന്നത്, ഹലോ ഞാൻ ഷിൻമു ആണെന്ന്. ഇത് കേട്ടോടനെ ടേക്കിങ് ആണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ചാടി എണീച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ച് വീണതുകൊണ്ട് എനിക്ക് ആരാണെന്ന് മനസ്സിലാക്കാൻ ഒത്തില്ലെന്ന്. ഇത് കേട്ട് ഷിൻമു ചോദിക്കുകയും, ഞാൻ നിനക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരണമെന്ന്. അപ്പം ടേക്കും പറയാം, വേണ്ട, ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. ടേക്കും പറഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നേരം മിണ്ടാൻ നിൽക്കുന്നുണ്ട് ഷിൻമു. എന്നിട്ട് ടേക്കിങ്ങിനോട് പറയുന്നുണ്ട്, എന്നെ ഇന്ന് സഹായിച്ചതിന് ഒരുപാട് നന്ദി എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷിൻമു ആണെങ്കിൽ അപ്പം തന്നെ ഫോണും കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ആ ഫോണാണെങ്കിൽ മേശപ്പുറത്തേക്ക് വെക്കുന്നു. എന്നിട്ട് ആ മേശപ്പുറത്തിരിക്കുന്ന ഫോണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഫോൺ വീണ്ടും എടുത്തിട്ട് ടേക്കിങ്ങിൻ്റെ നമ്പർ സേവ് ചെയ്തിടുന്നുണ്ട് ഷിൻവു. ഈ സമയത്ത് ടേക്കിങ് അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, എന്തായാലും ഇന്ന് അധികം മോശമായിട്ടുള്ളൊരു ദിവസമൊന്നും അല്ലായിരുന്നു എന്ന്. അടുത്ത സീനിൽ അടുത്ത ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. ടേക്കിങ് ആണെങ്കിൽ കൗൺസിലർ റൂം വൃത്തിയാക്കിയാണ്. ഈ സമയത്ത് ഞങ്കുങ്ങും ഡേവോണും വരുന്നുണ്ട്. ഞങ്കുങ് ആണെങ്കിൽ കയറി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ നമ്മുടെ ടെമ്പററി മെമ്പറിന് ഇത്രയ്ക്ക് ഉത്തരവാദിത്വമോ, നേരത്തെയൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നുവെന്ന്. എന്നിട്ട് ടേക്കിങ് ആണെങ്കിൽ ഡേവോണിന് ഒരു പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ടേക്കിങ്ങിനോട് ഡേവോൺ പറയും, ഇതെനിക്ക് ആവശ്യമില്ല, നീ ഇത് കളഞ്ഞേക്കാം. അപ്പം ഞങ്ങളും ഡേവോണിനോട് ചോദിക്കും, അല്ല ഡേവോണെ, നീ എങ്ങനെയാടാ ഇത്രയും ജോലി തിരക്കിനിടയിലും ഇങ്ങനെ പഠിച്ച് മാർക്ക് വാങ്ങുന്നതെന്ന്. ഞങ്ങും പറഞ്ഞതിന് ശേഷം ഡേവോണിൻ്റെ അടുത്ത് ടേക്കിങ് പറയും, ഇത് നിൻ്റെ അമ്മയെ കാണിച്ച് നിൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമാവില്ലേ എന്ന്. അങ്ങനെ അതവൻ വാങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഷിൻവു വരുന്നുണ്ട്. ഷിൻവുവിനെ കണ്ടോടനെ ഞങ്ങും പറയുന്നു, അല്ല ഇന്ന് എന്ത് അത്ഭുതമായി എല്ലാവരും നേരത്തെ എത്തിയിരിക്കുന്നു എന്ന്. അപ്പം ഷിൻമുവിനെ കണ്ടുകൊണ്ടാണെങ്കിൽ ടേക്കിങ് അവന് ഹായ് കാണിക്കുന്നുണ്ട്. അപ്പം ആരും പ്രതീക്ഷിക്കാതെ തിരിച്ച് ഷിൻമുവും ടേക്കിങ്ങിന് ഹായ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഞങ്ങും പറയും, ഞാൻ ഇപ്പം കരയും, ഞാൻ അറിയാതെ എപ്പോഴാടാ മിണ്ടിയതെന്ന്. അപ്പോൾ ഡേവോണും അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഹായ് പറയുന്ന രീതിയിലൊക്കെ എപ്പോഴാണ് സംസാരിച്ചതെന്ന്.
അപ്പോൾ ഷിൻബു ചോദിക്കും അതിനിപ്പോൾ എന്ത് വേണമെന്ന്. അപ്പോൾ ഡേവോൺ പറയും അതിനിപ്പോൾ ഒന്നും വേണ്ട, പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും മിണ്ടിയല്ലോ എന്ന്. അതുപോലെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം ഈ സന്തോഷത്തിനെന്ന്. അപ്പോഴാണ് ഷിൻബു പറയുന്നത്, ഓ ഞാൻ മറന്നുപോയി ഡേവോൺ, നിന്നെ മാത്സ് ടീച്ചർ അന്വേഷിച്ചായിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന്. ഇത് കേട്ട് ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിനോട് പറയും, സോറി എടാ, നമുക്കിനി വേറൊരു ദിവസം ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാമെന്ന്. എന്നിട്ട് ഡേവോൺ ആണെങ്കിൽ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഡേവോൺ പോയി കഴിഞ്ഞിട്ട് നങ്കും പറയുന്നുണ്ട്, എനിക്കും കുറച്ച് ജോലിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അപ്പം ഞാനും പോകുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നങ്കുങ്ങും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അടുത്ത സീനിൽ ഷിൻമുവും ടേക്കിങ്ങും കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ടേക്കിങ്ങിൻ്റെ വയറ്റിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടോണ്ടേ ഷിൻമു ആണെങ്കിൽ ടേക്കിങ്ങിനെ നോക്കുന്നു. അപ്പോൾ ടേക്കിങ് ആണെങ്കിൽ സമയം നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. ടേക്കിങ് പറയുന്നത് കേട്ട് ഷിൻമു ആണെങ്കിൽ അവിടെ നിന്ന് ചാടിക്കൂട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് എന്തെങ്കിലും പോയി ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന്. അടുത്ത സീനിൽ രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ടേക്കിങ് ആണെങ്കിൽ ഷിൻമുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് വേണമെന്ന്. അപ്പോൾ ഷിൻമു പറയും വേണ്ടെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും, നിനക്ക് ഒന്നും വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ക്യാൻറ്റീനിലേക്ക് വന്നേന്ന്. അപ്പോൾ ഇത് കേട്ട് ഷിൻമു പറയും, ഞാനൊന്ന് ചുമ്മാ നടക്കാമെന്ന് കരുതിയാണ് വന്നേന്ന്. അപ്പോൾ ടേക്കിങ് പറയും, എനിക്ക് നിന്നെപ്പറ്റി ഒന്നും മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഷിൻമു എന്ന്. അപ്പോൾ ടേക്കിങ് പറഞ്ഞതിന് ശേഷം ഷിൻമു ആണെങ്കിൽ ടേക്കിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്തെ മുറിവ് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന്. അപ്പോൾ ടേക്കിങ് പറയും, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് പിന്നെ കാണാൻ, ഞാൻ പോകുന്നു എന്ന്. ടേക്കിങ് നടന്നു പോകുമ്പോഴത്തേക്ക് ഷിൻമു ആണെങ്കിൽ ടേക്കിങ്ങിനെ തന്നെ നോക്കുന്നു. അടുത്ത സീനിൽ ടേക്കിങ് ഇങ്ങോട്ടാ പോവുകയാണ്. ആ സമയത്ത് അവിടെ ലീസൂഹി നിൽക്കുന്നത് കണ്ട് അവളടുത്തേക്ക് അവൻ പോകുന്നു. അവൾ ആരെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ലീസൂഹിയുടെ അടുത്ത് ടേക്കിങ് പറയുന്നുണ്ട്, നീ ഡേവോണിനെയാണ് വിളിക്കുന്നതെങ്കിൽ അവൻ ഇന്ന് വിളിച്ചാൽ എടുക്കത്തില്ലെന്ന്. ഇപ്പോൾ ഇത് കേട്ടിട്ട് ലീസൂഹി ദേഷ്യത്തോടെ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കതെങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും, അത് പിന്നെ അവനെ മാത്സ് ടീച്ചർ വിളിച്ചായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ വിളിച്ചാൽ എടുക്കാത്തതെന്ന്. അതുപോലെ നിനക്ക് അവനെ കാണണമെങ്കിൽ നീ കൗൺസിലർ റൂമിൽ പോയിരുന്നാൽ മതി, അവൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വരുമെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ടേക്കിങ് അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നുണ്ട്. ടേക്കിങ് പോകുന്ന സമയത്ത് ലീസൂഹി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അത്രേ ഉള്ളൂ എന്ന്. അടുത്ത സീനിൽ ടേക്കിങ് ആണെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഡേവോൺ വരുന്നുണ്ട്. ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ബുക്കിലേക്ക് നോക്കിയിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു കൊടുക്കുന്നു. ആൻസർ പറഞ്ഞതിന് ശേഷം ടേക്കിങ്ങിൻ്റെ അടുത്തേക്ക് തന്നെ ഡേവോൺ പോയിരിക്കുന്നു. ഡേവോൺ അവിടെ ഇരുന്നതിന് ശേഷം ഡേവോണിൻ്റെ അടുത്ത് ടേക്കിങ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇത്രയും നല്ലപോലെ പഠിക്കുന്നതെന്ന്. അപ്പോൾ ഡേവോൺ പറയും, എനിക്ക് മാത്സ് ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ ടേക്കിങ് പറയും, എനിക്ക് ഒന്നും മനസ്സിലാവാത്ത വിഷയമേ മാത്സ് ആണെന്ന്. ഞാനും ടേക്കിങ്ങിനെ പോലെയാണ്, എനിക്ക് മാത്സ് എത്ര പഠിച്ചാലും തലയിൽ കയറാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമാണോ ഇല്ലെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ സമയത്ത് അവിടെ ലീസൂഹി വരുന്നുണ്ട്. ലീസൂഹി വന്നിട്ട് ടേക്കിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറയും, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന്. അപ്പോൾ ലീസൂഹിനെ കണ്ടിട്ട് ഡേവോൺ പറയും, ഞാനും ഇവനും ഇപ്പോൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്കിത് ആവശ്യമില്ലാത്ത കാര്യമാണ്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോവാൻ. അപ്പോൾ അവൾ പറയും, സാരമില്ല, ഞാനും ഇരുന്ന് പഠിച്ചോളാം, നീ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരിക്കും ടേക്കിങ്ങെന്ന്. ലീസൂഹി ഇങ്ങനെയൊക്കെ പറയുന്നത് ടേക്കിങ്ങിന് ഒരുമാതിരി ആവുന്നുണ്ട്. അതുകൊണ്ട് അവ അവിടെ നിന്ന് എണീച്ചിട്ട് ഡേവോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നെന്ന്. അപ്പോൾ ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ലീസൂഹിയോട് പറയും, നീ ഇപ്പോൾ പോ, ഞാൻ എന്തായാലും ഇവനെ പഠിപ്പിച്ചതിന് ശേഷം നിൻ്റെ അടുത്തേക്ക് വരുമെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, തീർച്ചയായിട്ടും വരുമെന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ എന്തായാലും വരുമെന്ന്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിന് ശേഷം ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയാമോ? ഈ ബാൻഡേജ് ഒട്ടിച്ച് തരാനാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ മുഖത്ത് പാടൊന്നും വരില്ലെന്ന്. അപ്പോൾ ഈ ബാൻഡേജ് അവ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ മറ്റൊരാളും ബാൻഡേജ് കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഷിൻവു ആയിരുന്നു. ഷിൻവു ആണെങ്കിൽ ടേക്കിങ്ങിനെ തന്നെ ആ ബാൻഡേജ് നോക്കിയിട്ട് നോക്കുന്നുണ്ട്. ഇവരിവിടെ ഇരുന്ന് ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലീസൂഹി ആണെങ്കിൽ കൗൺസിലർ റൂമിൽ ഇരിക്കുകയാണ് ഡേവോണിനെ കാത്ത്. അവളാണെങ്കിൽ ഒരുപാട് തവണ ഡേവോണിനെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് നങ്കുങ്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്, എൻ്റെ ചാർജർ ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ ലീസൂഹിനെ കണ്ടിട്ടാണെങ്കിൽ അവൻ കോമാളിത്തരം കാണിക്കുന്നുണ്ട്, എൻ്റെ ചാർജർ ഇവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞ്. ഇപ്പോൾ ഇവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കും, എടി ലീസൂഹി, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ ഡേവോണിനെ കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയും, ഡേവോൺ എപ്പോഴേ ടേക്കിങ്ങിൻ്റെ കൂടെ പോയെന്ന്. അപ്പോൾ ലീസൂഹി ചോദിക്കും, സത്യമായിട്ട് അവൻ പോയോ എന്ന്. അപ്പം ഞങ്ങൾക്കും പറയും, അതെ അവൻ പോയി, നീ താഴോട്ട് പോയി നോക്ക്, അവൻ പോയെന്ന്. അങ്ങനെ അവളാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.